Good morning and good evening. How are you everybody? നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. പ്രതിസന്ധിയിൽ തളരരുത്. Do not get discouraged when you face struggles. യാക്കോബ് 1:2-4 വരെ വായിക്കുമ്പോൾ കഷ്ടതയുടെ നടുവിൽ, പ്രതിസന്ധികളുടെ നടുവിൽ തളർന്നു പോകരുത് എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയും. ഒരു കാര്യം ദൈവമക്കൾ ഓർക്കണം, റിമെമ്പർ ഗോഡ് ഈസ് ഓൾവേസ് വിത്ത് യു. നമ്മുടെ ഏത് പ്രശ്നത്തിൻ്റെ നടുവിലും ദൈവം നമ്മോടൊപ്പം ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. പലപ്പോഴും നാം ഫ്രീ ആയിട്ട് നല്ല മൈൻഡിലിരിക്കുമ്പോൾ ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുകയും ബൈബിൾ വായിക്കുകയും ഒക്കെ ചെയ്യും. എന്നാൽ പ്രശ്നങ്ങൾ വരുമ്പോൾ ദൈവത്തിലുള്ള സംശയം, അവിശ്വാസം, സ്നേഹക്കുറവ്, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴാണ് നിരാശയുടെ വാക്കുകൾ പറയുന്നു. ആ സമയത്ത് പെട്ടെന്ന് നമ്മൾ പറയും മതി എന്ന്. ഏലിയാവ് ഒരിക്കൽ അങ്ങനെ പറഞ്ഞു. പ്രതിസന്ധിയിൽ നാം തളരരുത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വരുന്ന പരീക്ഷകൾ, പരീക്ഷണങ്ങൾ, റിജക്ഷൻസ്, ഒറ്റപ്പെടുത്തലുകൾ, ഏകാന്തതകൾ, പട്ടിണി, ദുഃഖം, പ്രതികൂലങ്ങൾ, നഷ്ടം, ഏകാന്തതകൾ, ഇതൊക്കെ വരുമ്പോൾ നാം പലപ്പോഴും തളർന്നവരായി തീരാറുണ്ട്. യെശയ്യാവ് 41:10 പഠിക്കുമ്പോൾ, ഡു നോട്ട് ഫിയർ ഫോർ ഐ ആം വിത്ത് യു, ഡു നോട്ട് ബി ഡിസ്മേഡ് ഫോർ ഐ ആം യുവർ ഗോഡ്. ഭയപ്പെടരുത്, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമാകും. ദൈവം എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ കഷ്ടത്തിൽ, ബുദ്ധിമുട്ടിൽ, പ്രയാസത്തിൽ, ആകുലതകളിൽ, എരിയുന്ന പ്രശ്നത്തിൻ്റെ നടുവിൽ എല്ലാം കർത്താവ് നമ്മോട് കൂടെയുണ്ട് എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. ഇപ്പോൾ നിങ്ങൾ കടന്നു പോകുന്ന ആ വേദനാജനകമായ വിഷയത്തിൻ്റെ മുൻപിൽ നിങ്ങൾ തളർന്നു പോകരുത്. നിങ്ങൾ ചിന്തിക്കും, ജീവിക്കണ്ട, മരിക്കാം, ആത്മഹത്യ ചെയ്യാം, അല്ലെങ്കിൽ സൂയിസൈഡ് ചെയ്തേക്കാം. ഇതൊക്കെ നമ്മൾ ചിന്തിച്ചേക്കാം. ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ നമ്മളെ അനുഗ്രഹത്തിലേക്ക് കൊണ്ടുപോകത്തില്ല. നമ്മുടെ ജീവിതത്തിൽ നിത്യനരകത്തിലേക്ക് കൊണ്ടുപോകും. അതുകൊണ്ട് ആത്മഹത്യയിൽ നിന്നും, മദ്യാസക്തിയിൽ നിന്നും, പാപാസക്തിയിൽ നിന്നും ഒക്കെയുമുള്ള ഒരു വിടുതൽ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. അതുകൊണ്ട് മദ്യം കഴിക്കുന്ന വ്യക്തികൾ പ്രത്യേകം, ഡ്രഗ്സ്, ഇതിൽ നിന്നെല്ലാം വിടുതൽ പ്രാപിക്കണം. നമ്മുടെ കുടുംബം, ജീവിതം, ഏകാഗ്രത, സ്വസ്ഥത, നമ്മുടെ പണം, നമ്മുടെ ഓർഗൻസ് ലോസാകും, അത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതകളുണ്ട്. അതുകൊണ്ട് എല്ലാറ്റിൽ നിന്നും വിട പറഞ്ഞ് യേശു ക്രിസ്തുവിലേക്ക് അടുത്തു വന്ന് ദൈനംദിന ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും പ്രാപിപ്പാൻ നാം നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് വിട്ടുകൊടുക്കാം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരാളിനോട് സംസാരിച്ചപ്പോൾ ഒരു യൗവനക്കാരൻ പറയുകയാണ്, എൻ്റെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ ഞാൻ മദ്യം കഴിക്കുന്നു, അതെൻ്റെ ജീവിതത്തിൽ ഒരല്പ ആശ്വാസം കിട്ടും. എന്നാൽ അതൊരല്പ ആശ്വാസമേ ഉള്ളൂ. മദ്യത്തിൻ്റെ ആ ലഹരി വിട്ട് കഴിയുമ്പോൾ വീണ്ടും അസ്വസ്ഥനാകും. എന്നാൽ ആ അവസരം യേശുവിന് നമ്മുടെ ജീവിതത്തിൽ പരിഹാരം തരാൻ കഴിയുമെന്നുള്ള ആ വലിയ വിശ്വാസം ഏറ്റെടുത്ത്
അതിനകത്ത് അടിയുറയ്ക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? നമ്മുടെ ജീവിതത്തിൽ നിത്യമായിട്ടൊരു സമാധാനം ലഭിക്കുവാനിടയായിത്തീരും. ഇതിന് പൈസ ചെലവില്ല, ഇതിന് വേറെ ലോസസ് ഒന്നുമില്ല. ജീവിതത്തിൽ വളരെ ഹാപ്പിനെസ്, സന്തോഷം, ക്രിസ്തുയേശുവിലുള്ള പൂർണ്ണ സമാധാനം ഒക്കെ നമുക്ക് ലഭ്യമായിത്തീരും. ഇന്ന് ഈ മെലേക്ക് യൂട്യൂബ് ചാനൽ ശ്രദ്ധിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ഈ മദ്യം, ഈ ലഹരി, ഈ പാപസ്വഭാവങ്ങൾ ഒരുപാട് ദോഷം ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കിത് നിർത്താൻ പറ്റുന്നില്ലെങ്കിലും നിങ്ങൾ യേശുവിനോട് പ്രാർത്ഥിക്കൂ, ഇതിനകത്തൊരു വിടുതൽ തരണം എന്ന് പ്രാർത്ഥിക്കൂ. നിങ്ങൾക്കൊരു കോൺഫിഡൻസും ഒരു ധൈര്യവും ഇതെല്ലാം കർത്താവ് നൽകിത്തരും. ഒരു പുതിയ ജീവിതത്തിനായി സമർപ്പിക്കാം ഇന്നത്തെ ഈ സന്ദേശം. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റത്തിലേക്ക് വരുവാൻ കാരണമായി തീരും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ കർത്താവേ, ഈ വചനം കേൾക്കുന്ന തൻ്റെ മക്കളിൽ ഒരു വലിയ വിടുതലും ഒരാശ്വാസവും ഒരു സന്തോഷവും സമാധാനവും, അവർ പോകുന്ന പാപ വഴികളിൽ നിന്ന് പൂർണ്ണമായ ഒരു വിടുതലും യേശുവെ അങ്ങ് കൊടുക്കണമേ. ഈ ജനത്തെ ബ്ലസ് ചെയ്യുന്നു. ഇതിനടിമപ്പെട്ടിരിക്കുന്ന സകലർക്കും അതിൽ നിന്ന് ഒരു വിടുതൽ കൊടുക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ഐ ലവ് യു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മെലേക്ക് എക്സോസിയ കോൺഫറൻസ് വരുന്നു. നിങ്ങൾ കഴിയുന്നവരെല്ലാം വരിക. ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ലവ് യു.